ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ സുധീഷിൻ്റെയും നിധിയുടെയും കാറ്റത്തെ കിളിക്കൂടിലെ നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു വിശേഷം കേട്ടാലോ. അങ്ങനെ നമ്മുടെ സുധീഷിന് നമ്മുടെ സുനന്ദയെ കണ്ട ആ ഓർമ്മകൾ, അതായത് താലി ചാർത്തി അന്യൊരാളുടെ ഭാര്യയായിട്ട് താലി ചാർത്തി തൻ്റെ മുന്നിൽ വന്ന് നിന്ന സുനന്ദയുടെ ഓർമ്മകളാണ്. സുഭാഷിനെ ജോലിക്ക് പോയിട്ടൊന്നും ആ ഒരു രീതിയിൽ ഒരു നല്ല മുഖത്ത് ഒരു തെളിച്ചൊന്നും വരുന്നില്ല. ആകെ ഒരു ബുദ്ധിമുട്ട്, സങ്കടം. നമുക്ക് ഊഹിക്കാമല്ലോ, നമുക്ക് പ്രണയിച്ച് നടന്ന രണ്ട് വ്യക്തികളിൽ ഒരാൾക്ക് ആ ആളിനെ നഷ്ടപ്പെട്ട് വേറൊരാളെ കല്യാണം കഴിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നിർവികാരികത നമുക്ക് അത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ സുഭാഷിന് അത് വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു. മാനസികമായിട്ട് തളർന്നു പോകുന്ന, ഒന്നിനോടും ഒരു താല്പര്യമില്ല, വിശപ്പില്ല, മനസ്സൊന്നും പിടിക്കുന്നിടത്ത് നിൽക്കുന്നില്ല. കാരണം കുറച്ച് ദിവസം ആ ഒരു വിഷമം താങ്ങാനാവാണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ സുധീഷും നമ്മുടെ നിധിയൊക്കെ അവിടെ ഉണ്ട്. അപ്പം നിധി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷേട്ടാ മുഖം വാടിയിരിക്കുന്നത്, എന്തു പറ്റി, എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ഒന്നുമില്ല എനിക്ക്. അപ്പോൾ സുഭാഷ് നമ്മുടെ നിധി എന്ന് പറയുന്നത് തൻ്റെ സ്വന്തം അനിയത്തിയെ പോലെയാണ്, ഒരു കൂടപ്പിറപ്പിനെ പോലെയാണ് കരുതുന്നത്. സുധീഷിൻ്റെ അടുത്തോ ഹരീഷിൻ്റെ അടുത്തോ നികേഷിൻ്റെ അടുത്തോ പറയുന്നതിനേക്കാൾ ചിലപ്പോൾ ഉള്ളു തുറന്ന് സംസാരിക്കാൻ സുഭാഷിന് നിധിയോട് പലപ്പോഴും പറ്റാറുണ്ട്. കാര്യം ആ രീതിയിലാണ് നിധിയും സുഭാഷിനെ കാണുന്നത്. ഒരു ഏട്ടന് തുല്യം, സ്വന്തം ഏട്ടനെ പോലെയാണ് നിധി കാണുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹം അവർക്കിടയിലുണ്ട്. അങ്ങനെ സുഭാഷ് പറയുന്നത്, എനിക്ക് അവളുടെ ഓർമ്മകൾ മനസ്സിൽ നിന്നും പോകുന്നില്ല നിധി. താലി ചാർത്തി വന്ന് നിൽക്കുന്ന ആ ഒരു രൂപം എൻ്റെ മനസ്സിനെ വല്ലാണ്ട് ഉലയ്ക്കുകയാണ്. എനിക്കറിയാം, എനിക്ക് വേണമെങ്കിൽ ഞാൻ ഒന്ന് മനസ്സ് വിചാരിച്ചുവെങ്കിൽ ഇന്ന് എൻ്റെ ഭാര്യയായിട്ട് അവൾ എൻ്റെ ഒപ്പം ഉണ്ടാകുമായിരുന്നു. പക്ഷേ നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തുമ്പോഴും ഞാൻ ഒരു കാര്യം മാത്രമേ മോളെ മനസ്സിൽ ചിന്തിച്ചുള്ളൂ. അവളെ വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയും എന്തോ ആയിക്കോട്ടെ, എത്ര ഇതായിക്കോട്ടെ, നമ്മളടുത്ത് എങ്ങനെയാണ് മിണ്ടുന്നതും അത് എന്തോ ആയിക്കോട്ടെ, പക്ഷേ എൻ്റെ കാലിൽ വീണ ഒരു അച്ഛനും അമ്മയും, ഒരേ ഒരു മകള്, ഇത്രയും ആർഭാടപരമായ കല്യാണങ്ങളും കല്യാണ പരിപാടികളെല്ലാം ആക്കിയിട്ട് താൻ ഒരാൾ കാരണം അതെല്ലാം അത്രയും ഒരു ഇത് ചെയ്യാനുള്ള മാനസികാവസ്ഥ എനിക്കില്ല. അപ്പം നിധിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം സുഭാഷിൻ്റെ മനസ്സ് അങ്ങനത്തെ ഒരിതാണ്. ശത്രു ആണെങ്കിൽ കൂടിയും ഒരു അലിവ് തോന്നുന്ന വ്യക്തിയാണ് ഈ സുഭാഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെയാണ് സുനന്ദയ്ക്ക് ഇങ്ങനെ വന്നു പോയത്. സുഭാഷ് ചേട്ടൻ മനസ്സ് വെച്ചുവെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് സുഭാഷ് ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നപ്പോൾ നിധി സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് നിധി പോയി ചായ ഇട്ടുകൊണ്ട് വന്നിട്ട് ഇവർക്കൊക്കെ കൊടുക്കുകയാണ്, സുധീഷിനും സുഭാഷിനും. എന്നിട്ട് ചായ കുടിക്കുക സുഭാഷ് ചേട്ടാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കുടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ സുധീഷിനൊരു കോള് വരികയാണ്. ഒരു കസ്റ്റമർ വിളിക്കുകയാണ്, ഒരു ഓട്ടം വന്നു, സുധീഷ് വരാമോ എന്ന് ചോദിച്ച്. അപ്പോൾ സുഭാഷ് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ സുധീഷ് ഓട്ടത്തിനായിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഒരു ലേഡി കസ്റ്റമർ എന്ന് പറയുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഈ സുധീഷിന് തള്ളിമറിക്കലിൻ്റെ ഉസ്താദാണ് കേട്ടോ. അവർക്കും പിന്നെ ഈ കോമഡികൾ കേൾക്കുമ്പം ഏത് കസ്റ്റമർ സുധീഷിനെ കുറേയൊക്കെ അറിയായിരിക്കും, പക്ഷെ അവരത് പുറത്ത് പ്രകടിപ്പിക്കേണ്ട അതൊക്കെ കേട്ടിരിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നിധി വിളിക്കുന്നുണ്ട്. അപ്പം നിധി വിളിച്ചിട്ട് സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടൻ്റെ സങ്കടം ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ എന്താ വിളിച്ചതെന്നൊക്കെ ആദ്യം ചോദിക്കുന്നുണ്ട്. അപ്പം പറയും, ഞാൻ സുഭാഷ് ചേട്ടൻ്റെ കാര്യം പറയാനായിട്ടാണ് വിളിച്ചത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ നിധി കാര്യങ്ങളൊക്കെ പറയാണ്. സുഭാഷ് ചേട്ടൻ ഇപ്പോഴും മൈൻഡ് ഓക്കെ ആയിട്ടില്ല, എന്താ ചെയ്യണേ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സുധീഷ് പറയും, സാരമില്ല, ഞാൻ ഈ ഓട്ടത്തിലാണ്, അപ്പോൾ ഞാൻ ഓട്ടം കഴിയുമ്പോൾ അങ്ങോട്ട് വരാൻ നിധി, നേരത്തെ വരാം, നമുക്ക് കുറച്ച് നേരമൊക്കെ ഒന്ന് സംസാരിച്ച് ആ മൈൻഡൊക്കെ മാറ്റാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ പറഞ്ഞു. എന്നിട്ട് നിധി ഫുഡ് കഴിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കഴിച്ചു എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുധീഷ് ആ കസ്റ്റമറുടെ അടുത്ത് പറയണേ, എൻ്റെ വൈഫാണ് വിളിച്ചത്, വീണ്ടും തള്ളി മറിക്കുകയാണ്. അവൾ എപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കും, ഞാൻ ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കാനായിട്ട് വിളിക്കുന്നത്. ഇപ്പം തന്നെ ഒരു കാര്യം പറയാനായിട്ട് അവൾ വിളിച്ചത്. അപ്പോൾ ആ കസ്റ്റമർ ചോദിക്കുന്നുണ്ട്, എന്താണ് സുധീഷ്? അപ്പോൾ പറയും, എൻ്റെ ഏട്ടൻ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നു, പക്ഷേ ആ പെൺകുട്ടി വേറൊരു വീട്ടിലെ നിർബന്ധപ്രകാരം വേറൊരു പയ്യനെയാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ഏട്ടന് വല്ലാത്തൊരു വിഷമമായിരുന്നു. അപ്പോൾ ആ വിഷമം വീട്ടിലിരുന്നപ്പോൾ ഏട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കണ കണ്ടപ്പോൾ അവൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കസ്റ്റമർ പറഞ്ഞു, ഓഹോ, അപ്പോൾ തൻ്റെ ഭാര്യ നല്ല കുട്ടിയാണല്ലോ, മറ്റുള്ളവരുടെ വിഷമങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു കുട്ടിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് സുധീഷിന് ഭയങ്കര സന്തോഷമാവണം. എന്നിട്ട് സുധീഷ് പറയുന്നു, അവളെപ്പോഴും ഇങ്ങനെയാണ്, മറ്റുള്ളവരുടെ സങ്കടം, അതുകൊണ്ടല്ലേ ഇന്നിപ്പോൾ ഞാൻ കല്യാണം കഴിച്ച് ഇങ്ങനെ കൊണ്ടുവന്നത്,
പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നികേഷ് വരെയാണ്. അപ്പോൾ നികേഷ് വരുമ്പോഴും സുഭാഷിൻ്റെ മുഖം അത്ര ഒരു തെളിച്ചയില്ല, ഭയങ്കര വിഷമമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നികേഷ് ചോദിക്കുക, എന്താ സുഭാഷ് ചേട്ടൻ ഇങ്ങനെ ടെൻഷനൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ചേട്ടന് വേണം ഈ ഒരു സങ്കടം സുഭാഷ് ചേട്ടൻ വിചാരിച്ചുവെങ്കിൽ വരില്ലായിരുന്നല്ലോ. സുഭാഷ് ചേട്ടൻ മനസ്സ് വെച്ചുവെങ്കിൽ ഒരു പക്ഷേ സുനന്ദ ഇന്ന് നമ്മുടെ വീട്ടിലുണ്ടാവുമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ നികേഷ് പറയും. അപ്പോൾ സുഭാഷ് പറയും, എടാ ഞാനത് ചെയ്തുവെങ്കിൽ ഇന്ന് ചിലപ്പോൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളത് ചെയ്തു, ഒരു പക്ഷേ അവിടെ ഇനി എന്താ അവളുടെ അച്ഛനും അമ്മയ്ക്കും അവരെന്തെങ്കിലും കടുകയും ചെയ്യുമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്താലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അതിലോട്ട് പോകാത്തതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇതേ സമയം നമ്മുടെ സുധീഷ് ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലോട്ട് പോവേ. എന്നിട്ട് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ പോയിട്ട് ഹരീഷിനെയും വിളിച്ചുകൊണ്ടാണ് വീട്ടിലോട്ട് പോണത്. അപ്പോൾ വീട്ടിലോട്ട് പോകുന്ന വഴി ഹരീഷിൻ്റെ അടുത്ത് പറയും, നിധി വിളിച്ചിട്ടുണ്ടായിരുന്നു, സുഭാഷിയുടെ ഭയങ്കര സങ്കടത്തിലാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. സുഭാഷിയുടെ ആ ഒരു സങ്കടം ഇതുവരെ സുനന്ദയുടെ കല്യാണം വേറൊരാളോട്ട് നടന്നതിൻ്റെ സങ്കടം ഇതുവരെ മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹരീഷ് പറഞ്ഞു, സുഭാഷ് ചേട്ടൻ തന്നെയല്ലോ അതിന് കാരണം. സുഭാഷ് ചേട്ടൻ്റെ ആ ഒരു മനസ്സ് ഒരു വലിയ പുണ്യാളം കളിക്കില്ല, മര്യാദയ്ക്കായിരുന്നെങ്കിൽ അവരെയൊന്നും വാക്ക് കേൾക്കാണ്ട് സുനന്ദേനെ വിവാഹം കഴിച്ചെങ്കിൽ ഇന്ന് ഭാര്യയായിട്ട് കൂടെ ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഹരീഷ് പറയും. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ഇനിയിപ്പം കല്യാണം കഴിഞ്ഞു, ഇനി പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ എന്ന് സുധീഷും പറയും. എന്നിട്ട് സുധീഷ് പറയും, ഇന്നിപ്പോൾ ഞാൻ ഫുഡ് മേടിച്ചു എന്ന് പറയും. അപ്പോൾ ഹരീഷ് ചോദിക്കും, നീയോ പൈസ കൊടുത്തോ? പിന്നെന്താ, ഞാൻ പൊറോട്ടയും ചിക്കനും പിന്നെ ചിക്കൻ ബിരിയാണിയും ഒക്കെ മേടിച്ചിട്ടുണ്ടെന്ന് പറയും. എൻ്റെ പൊന്നോ ഇന്ന് പലതും നടക്കും എന്നൊക്കെ പറയും. നീ നിധിയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ പൈസ കൊടുത്ത് മേടിച്ച് ഫുഡാണെന്നൊക്കെ പറയും. അതായത് സുധീഷ് ഇന്ന് ആദ്യമായിട്ട് പൈസ കൊടുത്ത് ഫുഡ് മേടിച്ചു എന്നൊന്നും പറയാൻ നിൽക്കരുത് കേട്ടോ, അവളുടെ മുമ്പിൽ നീ എന്നെ ഇൻസൾട്ട് ചെയ്യരുതെന്ന് സുധീഷ് ഹരീഷിൻ്റെ അടുത്ത് മുന്നേ കൂട്ടി പറഞ്ഞൊക്കെ വെക്കുകയാണ്. അതേസമയം നമ്മുടെ നികേഷും സുഭാഷും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സുഭാഷ് പറയും, ഞാൻ പോയി അത്താഴത്തിനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് പറയുമ്പോൾ നികേഷ് പറയും, സുഭാഷ് ഏട്ടൻ ഇവിടെ ഇരിക്കുക, സുഭാഷ് ഏട്ടൻ്റെ മൂഡൊന്നും ഒട്ടും ശരിയല്ല, ഒരു മൈൻഡ് ഓക്കെ അല്ലാണ്ടല്ലേ ഇരിക്കണേ. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് സുധീഷിൻ്റെ കാറ് വരെയാണ് കേട്ടോ. അങ്ങനെ കാറ് വരുന്ന സമയത്ത് സുധീഷും ഹരീഷും കൂടെ കയറി വരെയാണ്. അപ്പോൾ കാണാം സുധീഷിൻ്റെ കയ്യിൽ കിറ്റൊക്കെ ഇരിക്കണം. അപ്പോൾ നികേഷ് ചോദിക്കും, ഇതെന്താ സുധീഷ് ഏട്ടാ കിറ്റ്? അപ്പോൾ പറയും, ഞാൻ ഇന്ന് നമുക്ക് അത്താഴത്തിനുള്ള ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് പറയും. ഇത് നേരെ നിധിയുടെ കൈ കൊണ്ട് കൊടുത്തിട്ട് പറയും, പ്ലേറ്റൊക്കെ എടുത്ത് എല്ലാവർക്കും ഫുഡ് വിളമ്പാൻ പറയും. അപ്പോൾ സുഭാഷ് പറയും, നീ എന്തിനാടാ പൈസ കളഞ്ഞത്, വെറുതെ ആവശ്യമില്ലാണ്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കുമായിരുന്നല്ലോ. അപ്പോൾ തന്നെ സുധീഷ് പറയും, അതെ സുഭാഷ് ഏട്ടൻ്റെ ഫുഡ് കഴിച്ച് ശരിക്കും ഞങ്ങൾക്ക് മടുത്തു, എപ്പോഴെങ്കിലും ഒരു ചേഞ്ചൊക്കെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞു ഒരു തമാശയൊക്കെ തള്ളയാണ്. സുഭാഷിൻ്റെ മൂഡ് ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി സുധീഷ് അങ്ങനെ തള്ളിയത്. അപ്പോൾ നിധി പറഞ്ഞു, സുധീഷ് പോയി കൈയൊക്കെ വാഷ് ചെയ്തിട്ട് വാന്ന് പറയും കേട്ടോ. അപ്പോൾ ഹരീഷ് ചിരിച്ചുകൊണ്ട് പറയും, അതെ ഏട്ടത്തിക്ക് അറിയാം തിരുവനന്തപുരത്തെ മൊത്തം അടുക്കും ആ കയ്യിലുണ്ടാവുമെന്ന്. അപ്പോഴേക്കും സുധീഷ് പറയും, നീ ഒന്ന് പോടാന്ന് പറഞ്ഞ് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കറുമുറൂന്ന് ഇങ്ങനെ പറയും കേട്ടോ. അത് കഴിഞ്ഞ് അവർ പ്ലേറ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ എടുത്ത് സുഭാഷും നിധിയും കൂടെ എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. പൊറോട്ടയുണ്ട്, ചിക്കനുണ്ട്, ബിരിയാണി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇന്ന് അടിപൊളി ഫുഡാണല്ലോ എന്നൊക്കെ അവർ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ കഴിക്കുകയാണ് കേട്ടോ. പക്ഷേ സുഭാഷ് ആണെങ്കിൽ ഇങ്ങനെ കുഴച്ചൊഴിച്ചിരിക്കുന്ന അല്ലാണ്ട് കഴിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് നിധി പറയുന്നുണ്ട്, എന്താ സുഭാഷിയുടെ ഫുഡ് കഴിക്കാത്തത്, കഴിക്കൂ, ഞാൻ കഴിച്ചോളാം മോളെ, എന്തോ ഒരു ഇതല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതേ സമയം നമ്മുടെ ഭാസ്കരൻ അങ്ങനെ വരെയാണ്. ഭാസ്കരൻ വരുമ്പോഴത്തേക്ക് നല്ല ചിക്കൻ ബിരിയാണിയിലൊക്കെ മണം. ഭാസ്കരൻ ഓടി അകത്തങ്ങ് വരെയാണ്. വന്നു കഴിഞ്ഞപ്പം തന്നെ നോക്കുമ്പം പൊറോട്ടയും ചിക്കനും പിന്നെ ബിരിയാണിയും ഒക്കെ ഉണ്ട്. ഭാസ്കരൻ പറയും, ഇന്നെന്താണ് ഇത്രയും വിഭവങ്ങളൊക്കെ, അടിപൊളിയാണല്ലോ, നല്ല മണം ഉണ്ടല്ലോ എന്നും പറഞ്ഞ് ഭാസ്കരൻ ഒരു ബിരിയാണി എടുത്തുകൊണ്ട് പോയി ഭാസ്കരൻ്റെ സ്ഥലത്ത് പോയിരുന്ന് ഭാസ്കരൻ കഴിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അന്നേ ദിവസം എല്ലാവരും കിടന്നൊക്കെ ഉറങ്ങി പിറ്റേ ദിവസം ആവുകയാണ്. അപ്പോൾ നമ്മുടെ ഹരീഷിന് ഒരു കോള് വരികയാണ്. അതായത് ഒരു വണ്ടി ഇങ്ങനെ ബൈക്ക് ഒരു കടയുടെ മുമ്പിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി, ഒന്ന് വരാമോ എന്നും ചോദിച്ച് ഒരാൾ വിളിക്കുകയാണ്. അങ്ങനെ ഹരീഷ് വരാമെന്ന് പറഞ്ഞ് അവിടെ ചെല്ലുകയാണ്. അങ്ങനെ ചെന്ന് ആ ഒരു പെട്ടിക്കടയുടെ മുമ്പിൽ വെച്ച് ഒരു ബ്രേക്ക് ഡൗൺ ആയ വണ്ടി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഓടിക്കൊണ്ട് വന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നിന്നുപോയി, ഒന്ന് നോക്കാം, ഞാൻ നോക്കട്ടെ ഏട്ടാന്ന് പറയും. ഇതേ സമയം നമ്മുടെ ഗംഗാധര ആ കടയിൽ ചായ കുടിക്കാനായിട്ട് വരികയാണ്. അപ്പോൾ ഹരീഷിനെ കണ്ടു. അപ്പോൾ ഒന്ന് നോക്കി ഇങ്ങനെ ഒരു മുറുമുറുപ്പോടൊക്കെ നോക്കി. അപ്പോൾ ഹരീഷും കണ്ടു വന്നിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഗംഗാധരൻ അങ്ങോട്ട് തള്ളി മറിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞു, നല്ല അടിപൊളി കല്യാണമായിരുന്നു, നാടൊട്ടുക്കും വിളിച്ച കല്യാണം, 26 കറികളും കൂട്ടിയുള്ള കല്യാണം. അപ്പോൾ ആ കടക്കാരൻ ചോദിച്ചു, അതെ നിങ്ങളുടെ അനുജൻ്റെ വീട് മാത്രം നിങ്ങൾ വിളിച്ചില്ലല്ലോ, ബാക്കി നാടൊട്ടുക്കും വിളിച്ചല്ലോ, ഏതനുജൻ, എനിക്കൊരു അനുജനൊന്നുമില്ല എന്നൊക്കെ ഗംഗാധരൻ പറഞ്ഞു കേട്ടോ. ഇതൊക്കെ ഹരീഷ് സത്യം പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇയാളെ മുറുമുറുപ്പും പൊങ്ങച്ചം വർത്താനവും ഒക്കെ കേട്ടിട്ടുണ്ട്. നല്ല ഒന്നാം തരം കുടുംബ
കുടുംബത്തെ എൻ്റെ മോളെ അവളെ കെട്ടിച്ച് വിട്ടേക്കണേ, എൻ്റെ അനന്തരവളെ കെട്ടിച്ച് വിട്ടേക്കണേ എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുക കേട്ടോ. ഈ സമയം ഹരീഷ് ആ വണ്ടി നന്നാക്കി അയാളെ പറഞ്ഞിട്ട് പൈസ മേടിച്ചിട്ട് ഇയാളുടെ അടുത്തോട്ട് വരും കേട്ടോ, ഗംഗാധരൻ്റെ അടുത്തോട്ട്. എന്നിട്ട് പറയും, അതെ വലിയ തള്ളിമറിക്കലൊന്നും വേണ്ട, എൻ്റെ സുഭാഷേട്ടൻ മനസ്സ് കനിഞ്ഞതുകൊണ്ട് മാത്രം ഈ കല്യാണം നടന്നത്. ഇല്ലെങ്കിലേ പെങ്കൊച്ചിന്ന് നമ്മുടെ വീട്ടിൽ ഇരുന്നനെ നിങ്ങളുടെ പെങ്ങളും കെട്ടിയോനും എല്ലാവരും കൂടെ എൻ്റെ സുഭാഷേട്ടൻ്റെ കാലേ പിടിച്ച് അത് മൊത്തം നാട്ടുകാരുടെ അടുത്ത് പറയാൻ നിന്നാണ്ടല്ലോ. തലേ ദിവസം പെണ്ണ് ഒളിച്ചോടി ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു എന്നിങ്ങനെ സ്നേഹിച്ച ചെറുക്കനെ കെട്ടാൻ വേണ്ടി ഒളിച്ചോടി വന്നു എന്നുള്ള കഥയൊക്കെ നാട്ടിൽ പറഞ്ഞ് പരപ്പിക്കണമെന്ന് ചോദിക്കും. അയാളെ വായിൽ അമ്പഴങ്ങ വിഴുങ്ങിയെടുക്കും. പിന്നെ ഗംഗാധരൻ വാ തുറന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഹരീഷ് നല്ല തക്ക ഒരു മറുപടിയും കൊടുത്തിട്ട് ഹരീഷ് പോവാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. അതായത് ഈ തലേ ദിവസം ഉണ്ടല്ലോ ഇവർ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നില്ലേ, ഈ ഫുഡ് കഴിച്ച് ഇങ്ങനെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മുടെ സുധീഷും നികേഷും കൂടെ ഒരു പ്ലാൻ ചെയ്യണം. അതായത് ഫുഡ് കഴിച്ചിട്ട് നമുക്കൊരു പാട്ടൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഡാൻസ് കളിക്കാമെന്ന്. അങ്ങനെ എല്ലാവരും ബിരിയാണിയും ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നികേഷ് ചെന്ന് നമ്മുടെ നിധിയുടെ ഒരു ഷോൾ എടുത്ത് ഒരു പെൺവേഷമൊക്കെ കെട്ടിന്, സുധീഷ് ആൺവേഷം, എന്നിട്ടൊരു പാട്ട് അങ്ങോട്ട് വെച്ച്, എന്നിട്ട് രണ്ടും കൂടെ അങ്ങോട്ട് ഡാൻസ് തുടങ്ങിയില്ലേ. നിധിക്ക് ചിരിച്ച് നിധി ചാവുക. അതേസമയം ഹരീഷും കൂടി അതിൻ്റെ ഒപ്പം. അങ്ങനെ അടിപൊളി പാട്ടും വെച്ച് തുള്ളലോട് തുള്ളൽ. അങ്ങനെ സുഭാഷിനെയും കൂടെ പോക്കി ഡാൻസിൻ്റെ കളി അങ്ങ് തുടങ്ങി. കളിയെന്ന് വെച്ചാൽ പൊടിഞ്ഞ കളിയാണ്. ഇതേ സമയം ഭാസ്കരൻ വന്നിട്ട് വെച്ച്, വീട് തല്ലി പൊളിക്കുമോ ഇവന്മാർ, ഇങ്ങനെയൊക്കെയാണോ ഡാൻസ് കളിക്കണേന്ന് വെച്ചിട്ട് ഭാസ്കരൻ പറഞ്ഞത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഭാസ്കരനും അതിൻ്റെ ഒപ്പം കൂടി. നിധിക്ക് അതും കൂടെ കണ്ടപ്പോൾ ചിരി സഹിക്കാൻ പറ്റുന്നില്ല. അവസാനം നല്ല അടിപൊളിയായിട്ട് അവരെല്ലാവരും കൂടെ ഡാൻസൊക്കെ കളിച്ചു. ഇത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല കേട്ടോ, സുഭാഷിൻ്റെ മൈൻഡൊക്കെ ഒന്ന് മാറി ഒന്ന് ഓക്കെ ആയി സന്തോഷമാവാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ ആ ഒരു ദിവസം അവർ ആ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഒരു ഡാൻസും കൂടെ കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസത്തെ പരിപാടി. അപ്പോൾ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ നാളെ വരുന്ന സീൻ ഇത്രയൊക്കെയാണ്. എല്ലാവരും നമ്മുടെ വീഡിയോസ് കേൾക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതോടൊപ്പം പുതിയ ആൾക്കാരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.